പൊതു താല്പര്യാർത്ഥമുള്ള ഒരു വീഡിയോയാണ്. നമുക്കറിയാം, ഇപ്പോൾ ഈ 10ാം ക്ലാസ്സിലെ റിസൾട്ടൊക്കെ കഴിഞ്ഞിട്ട് കുട്ടികളെല്ലാം +1 അപേക്ഷ കൊടുക്കാൻ പോകുന്ന സമയമാണ്. അപ്പോൾ ഈ +1 അപേക്ഷ കൊടുക്കുമ്പോൾ കുട്ടികളും രക്ഷകർത്താക്കളും ശ്രദ്ധിക്കേണ്ട ഒരുപാട് കാര്യങ്ങളുണ്ട്. ഇത് ഏകജാലക സംവിധാനം അനുസരിച്ച് ഓൺലൈനായിട്ട് നമുക്ക് വീട്ടിലിരുന്ന് തന്നെ അപേക്ഷിക്കാവുന്ന കാര്യമാണ്. പക്ഷേ അത് ഇത്ര പരിചയമില്ലാത്തതുകൊണ്ട് മിക്കവാറും എല്ലാവരും അടുത്തുള്ള അക്ഷയ സെൻറ്ററിലോ അല്ലെങ്കിൽ കമ്പ്യൂട്ടർ സെൻറ്ററിലോ ഒക്കെ പോയാണ് ഈ അപേക്ഷകൾ നൽകാറുള്ളത്. സ്കൂളുകളിൽ ഇത് സംബന്ധിച്ച് ഉപദേശങ്ങൾ നൽകുന്നതിന് വേണ്ടിയിട്ട് ഹെൽപ്പ് ഡെസ്കും ഒക്കെ തുടങ്ങിയിട്ടുണ്ട്, ശരിയാണ്. പക്ഷേ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, കുട്ടികൾ ഏത് വിഷയമെടുത്ത് പഠിക്കുവാനാണ് ആഗ്രഹിക്കുന്നത്, അതുപോലെ ഏത് സ്കൂളിൽ പോകുവാനാണ് ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നത് എന്നുള്ള വളരെ കൃത്യമായിട്ട് നമ്മൾ അതിനകത്ത് അപേക്ഷ കൊടുക്കുമ്പോൾ അത് കൃത്യമായിട്ട് അതിൻ്റെ ഓർഡർ ഓഫ് പ്രിഫറൻസ് അനുസരിച്ച് തന്നെ അത് എൻട്രി ചെയ്യേണ്ടതുണ്ട്. ഇതിൽ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഈ അക്ഷയ സെൻറ്ററിലും അതുപോലെ കമ്പ്യൂട്ടർ സെൻറ്ററിലും ഒന്നും ഇരിക്കുന്ന ജീവനക്കാർക്ക് ഈ സ്കൂളുകളിലുള്ള കോമ്പിനേഷനെ സംബന്ധിച്ചോ അല്ലെങ്കിൽ ഈ ഹയർ സെക്കൻഡറി കോഴ്സിനെ സംബന്ധിച്ചോ വ്യക്തമായ ധാരണ ഉള്ളവരായിരിക്കുകയില്ല. അതുപോലെ തന്നെ കുട്ടികളുടെ മനസ്സിലിരിപ്പ് എന്താണെന്ന് അവർക്ക് ഗണിച്ചെടുക്കാനും പറ്റുകയില്ല. നിങ്ങൾ കൊടുക്കുന്ന വിവരങ്ങൾ മാത്രമാണ് അവർക്ക് അതിനകത്ത് എൻട്രി ചെയ്യാൻ പറ്റുക. അപ്പോൾ അതുകൊണ്ട് എന്തെങ്കിലും പിഴവുകൾ സംഭവിച്ച് നിങ്ങൾ ഉദ്ദേശിക്കുന്നത് പോലെയുള്ള കോമ്പിനേഷനുകളിൽ അല്ലെങ്കിൽ ഉദ്ദേശിക്കുന്ന സ്കൂളുകളിൽ അഡ്മിഷൻ കിട്ടാതെ വരുമ്പോൾ ഈ അക്ഷയ സെൻറ്ററുകാരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. കാര്യം അവർക്കത് നന്നായിട്ട് ഫില്ല് ചെയ്ത് തരാൻ പറ്റും. പക്ഷേ അത് നിങ്ങൾ പറയുന്ന നിങ്ങൾ കൊടുക്കുന്ന ഓപ്ഷൻ അനുസരിച്ച് അവർക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ ഈ ഓപ്ഷൻ കൊടുക്കുന്നതാണ് ഏറ്റവും പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം. അത് കൃത്യമായി പഠിച്ച് വേണം, അത് മനസ്സിലാക്കി വേണം ചെയ്യാൻ. അത് ഈ പറഞ്ഞതുപോലെ അക്ഷയ സെൻറ്ററിലോ കമ്പ്യൂട്ടർ സെൻറ്ററിലോ ഇരിക്കുന്ന ജീവനക്കാർക്ക് എല്ലാവർക്കും, ചിലരൊക്കെ നന്നായിട്ട് പഠിച്ചിട്ടാണ് ഇരിക്കുന്നത്, പക്ഷേ എല്ലാവർക്കും ചിലപ്പോൾ ഇത് കൃത്യമായി അതിനെക്കുറിച്ച് നല്ല ഗ്രാഹ്യം ഉണ്ടായിരിക്കണമെന്നില്ല. കാരണം ചിലപ്പോൾ ഇതിനെക്കുറിച്ച് അറിയാവുന്ന ജീവനക്കാരൊക്കെ ഉണ്ടായിരിക്കും അവിടെ. പെട്ടെന്ന് ഒരാൾ പോകുമ്പോൾ പകരത്തിനിരിക്കുന്ന ആളോ അല്ലെങ്കിൽ പുതുതായിട്ട് വന്ന ആളോ ഒക്കെ ആയിരിക്കും ഈ ഫോം നിങ്ങൾക്ക് ഫില്ല് ചെയ്ത് തരുന്നത് ഓൺലൈനായിട്ട്. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ട, ഒന്നുകിൽ നിങ്ങൾ ട്യൂഷൻ സെൻറ്ററിലൊക്കെ പോകുന്നവരാണെങ്കിൽ ട്യൂഷൻ സെൻറ്ററിലെ അധ്യാപകരുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങളുടെ ഓപ്ഷൻ സംബന്ധിച്ച് കൃത്യമായിട്ടുള്ള ഒരു തീരുമാനത്തിലെത്തി അതൊരു പേപ്പറിൽ തയ്യാറാക്കി കൊണ്ടുപോവുക. അതല്ലെങ്കിൽ സ്കൂളിലെ അധ്യാപകരുമായിട്ടോ അല്ലെങ്കിൽ ഹെൽപ്പ് ഡെസ്കിലോ ചെന്നിട്ട് അതിൻ്റെ വിവരങ്ങൾ കൃത്യമായി ചോദിച്ച് മനസ്സിലാക്കി നിങ്ങളുടെ ഇഷ്ടങ്ങൾ പറഞ്ഞ് എങ്ങനെ ചെയ്യണമെന്ന് ഉപദേശം ചോദിച്ചതിന് ശേഷം മാത്രമേ നിങ്ങൾ ഓപ്ഷൻ കൊടുക്കുക. അല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ അഡ്മിഷൻ്റെ ഈ ഫോം എൻട്രി ചെയ്തെന്ന ആളിനെ, അത് ഫില്ല് ചെയ്തു തന്ന ആളുടെ കുറ്റം പറഞ്ഞിട്ടൊരു കാര്യമില്ല. അപ്പോൾ അതുകൊണ്ട് ഓപ്ഷൻ കൊടുക്കുമ്പോൾ, ഓപ്ഷൻ എന്ന് പറയുന്നത് ഉദ്ദേശിക്കുന്നത് പറഞ്ഞാൽ നിങ്ങൾ ഏറ്റവും പ്രധാനമായിട്ട് നിങ്ങൾ ഈ 10ാം ക്ലാസ്സിന് ശേഷം +1 ചേരുമ്പോൾ ഏത് വിഷയമാണ്, ഏത് വിഷയ ഗ്രൂപ്പാണ് എടുത്ത് പഠിക്കാൻ ആഗ്രഹിക്കുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ചിലപ്പോൾ നിങ്ങളുടെ തൊട്ടടുത്ത് നിങ്ങൾ പോകാൻ ഇഷ്ടപ്പെടുന്ന സ്കൂളിൽ ആ കോമ്പിനേഷൻ ഉണ്ടായിക്കൊള്ളണമെന്നില്ല, ആ ഗ്രൂപ്പ് ഉണ്ടായിക്കൊള്ളണമെന്നില്ല. അപ്പോൾ ഏറ്റവും അടുത്ത് നിങ്ങൾക്ക് പോയി വരാൻ സൗകര്യമുള്ള അല്ലെങ്കിൽ നിങ്ങൾ പഠിക്കാൻ ഇഷ്ടപ്പെടുന്ന സ്കൂൾ ഏതിലാണ് ആ ഓപ്ഷൻ ആ ഗ്രൂപ്പ് ഉള്ളത് എന്ന് നോക്കി അതാണ് ഫസ്റ്റ് ഓപ്ഷനായിട്ട് വെക്കേണ്ടത്. പിന്നെ അതിനകത്ത് 10-60 സ്കൂളുകളെ ഓപ്ഷൻ വയ്ക്കാൻ അതിനകത്ത് കോളങ്ങളുണ്ട്. അപ്പോൾ അതെല്ലാം വെക്കേണ്ടതില്ല. നമുക്ക് പോയി വരാൻ സൗകര്യമുള്ള, നമ്മൾ പോകാൻ ഇഷ്ടപ്പെടുന്ന സ്കൂളുകൾ, അതുപോലെ വിഷയങ്ങൾ, അത് വെച്ചിട്ട് വേണം ഇത് ചെയ്യാനായിട്ട്. അപ്പോൾ ചിലപ്പോൾ നിങ്ങളുടെ തൊട്ടടുത്തുള്ള സ്കൂളിൽ തന്നെ നിങ്ങൾ ഉദ്ദേശിക്കുന്ന വിഷയ കോമ്പിനേഷൻ ഉണ്ടായിരിക്കും. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ആ സ്കൂളിൽ തന്നെയാണ് പഠിക്കാൻ ആഗ്രഹിക്കുന്നതെങ്കിൽ ഫസ്റ്റ് ഓപ്ഷനായിട്ട് ആ കോമ്പിനേഷനും ആ വിഷയ ഗ്രൂപ്പും അതുപോലെ സ്കൂളുമാണ് ഫസ്റ്റ് ഓപ്ഷനായിട്ട് വരേണ്ടത്. പലരും ഇത് ചെന്ന് പറയുമ്പോൾ ഈ പൂരിപ്പിക്കാനിരിക്കുന്ന ആളിന് കൺഫ്യൂഷനാവും. അവർ ഇത് വെക്കുമ്പോൾ ഈ കോമ്പിനേഷൻ വെക്കുന്നതും ആ വിഷയ ഗ്രൂപ്പും സ്കൂളും ഒക്കെ മാറിപ്പോകാറുണ്ട്. അപ്പോൾ ഈ ഓർഡർ ഓഫ് പ്രിഫറൻസ് തെറ്റിക്കഴിഞ്ഞാൽ നമ്മൾ ഉദ്ദേശിക്കുന്ന സ്കൂളിൽ ഒന്നും ആയിരിക്കില്ല കിട്ടുന്നത്. ചിലപ്പോൾ ഈ വിഷയമൊക്കെ വയ്ക്കുന്ന വളരെ ശ്രദ്ധിച്ച് വെച്ചില്ല എന്നുണ്ടെങ്കിൽ അഡ്മിഷൻ പ്രോസസ്സിൽ നിന്ന് തന്നെ നമ്മൾ ചിലപ്പോൾ ഔട്ടായിപ്പോവും. ചിലപ്പോൾ ഒരു സ്കൂളിലും കിട്ടാതെയൊക്കെ ആയിപ്പോവും. ഇപ്പോൾ ഫുൾ A+ ഒക്കെ വാങ്ങുന്ന കുട്ടികളെ സംബന്ധിച്ച് പ്രശ്നമില്ല. പക്ഷേ അല്ലാതെ ഉള്ള കുട്ടികളെ സംബന്ധിച്ച് ഒരുപാട് കാര്യങ്ങൾ നോക്കിയാണ് ഇതിൻ്റെ ലിസ്റ്റ് വരുന്നത്, ഇതിൻ്റെ അഡ്മിഷൻ കിട്ടുന്നത്. അപ്പോൾ അതുകൊണ്ട് ഫുൾ A+കാരെ സംബന്ധിച്ച് ഇപ്പോൾ ഒരു ചെറിയ പിശക് പറ്റിയാലും ചിലപ്പോൾ അവർക്ക് സ്കൂൾ എന്ന് പറയുന്ന അവർ ഉദ്ദേശിക്കുന്ന അടുത്തുള്ള ഏതെങ്കിലും ഒരു സ്കൂൾ തന്നെ കിട്ടും. പക്ഷേ അല്ലാത്ത കുട്ടികൾ ഇത് വയ്ക്കുമ്പോൾ വളരെ ശ്രദ്ധിക്കണം. എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ഓർഡർ ഓഫ് പ്രിഫറൻസ് കറക്റ്റ് അല്ലെങ്കിൽ നിങ്ങൾ ഉദ്ദേശിക്കാത്ത അല്ലെങ്കിൽ പോയി വരാൻ പോലും പറ്റാത്ത സ്കൂളുകളിലായി പോകും അഡ്മിഷൻ. ചിലപ്പോൾ നിങ്ങൾ ഒരിക്കലും ആഗ്രഹിക്കാത്ത വിഷയ ഗ്രൂപ്പുകളിലായിരിക്കും അഡ്മിഷൻ കിട്ടുന്നത്. അങ്ങനെയുള്ള ബുദ്ധിമുട്ടുകൾ വരും. അപ്പോൾ അതുകൊണ്ട് കൃത്യമായിട്ട് നിങ്ങൾ ഇതിനെക്കുറിച്ച് ആലോചിക്കണം. അത് മാത്രമല്ല,
നിങ്ങളുടെ വീട്ടിൻ്റെ അടുത്ത് ഒരു സ്കൂളുണ്ടെങ്കിൽ അവിടെ നമ്മൾ പഠിക്കാൻ ആഗ്രഹിക്കുന്ന വിഷയം ഉണ്ടെങ്കിൽ സ്വാഭാവികമായിട്ട് നമ്മൾ ആ സ്കൂളിൽ അഡ്മിഷൻ എടുക്കാനായിരിക്കും ശ്രമിക്കുക. അങ്ങനെയാണെങ്കിൽ ഫസ്റ്റ് ഓപ്ഷൻ നമ്മൾ ആ സ്കൂൾ തന്നെ വയ്ക്കും. പക്ഷേ ആ സ്കൂളിൽ ഇതില്ലാതെ വന്നാൽ, അതല്ലെങ്കിൽ ആ സ്കൂളിൽ നമുക്ക് അഡ്മിഷൻ കിട്ടാതെ വന്നാൽ പിന്നെ ഏത് സ്കൂൾ എന്നുള്ളതാണ്. അപ്പോൾ തൊട്ടടുത്ത് നിങ്ങൾക്ക് പോകാൻ ആഗ്രഹിക്കുന്ന, അല്ലെങ്കിൽ തൊട്ടടുത്തുള്ള യാത്രാ സൗകര്യമുള്ള സ്കൂൾ ഏതാണെന്ന് നോക്കുമ്പോൾ ആ സ്കൂളിലെ കോമ്പിനേഷൻ, നിങ്ങൾ ഉദ്ദേശിക്കുന്ന കോമ്പിനേഷൻ തന്നെയാണോ? ഇപ്പോൾ സയൻസാണ് എടുക്കുന്നതെങ്കിൽ സയൻസിൽ നിങ്ങൾ പിന്നെ ബയോളജി സയൻസ് ആണോ, കമ്പ്യൂട്ടർ സയൻസ് ആണോ, അത് ആ സ്കൂളിലുണ്ടോ, അതിൽ ആ സ്കൂളിൽ ഏതൊക്കെ വിഷയ ഗ്രൂപ്പാണുള്ളതെന്നതിനെക്കുറിച്ച് വ്യക്തമായ ധാരണയോട് കൂടിയിട്ട് വേണം നമ്മൾ ആ അടുത്ത സ്കൂൾ ഓപ്ഷൻ വയ്ക്കാൻ. അതുപോലെ ഒരു സ്കൂൾ ഓപ്ഷൻ വയ്ക്കുമ്പോൾ ഇനി ഒരു സ്കൂളിൽ നമ്മൾ ആഗ്രഹിക്കുന്ന ഫസ്റ്റ് ചോയ്സായിട്ട് കൊടുക്കുന്ന സ്കൂളുകൾ, യാത്രാ സൗകര്യമൊക്കെ ഉള്ള സ്കൂളുകളൊന്നും കിട്ടിയില്ലെങ്കിൽ പിന്നെ നിങ്ങൾക്ക് കിട്ടാൻ സാധ്യതയുള്ള സ്കൂളുകൾ വേറെ ദൂരെ ആയിരിക്കും. അപ്പോൾ അതിൽ പോയി വരാനുള്ള യാത്രാ സൗകര്യവും കാര്യങ്ങളൊക്കെ കൃത്യമായി ആരോടെങ്കിലുമൊക്കെ ചോദിച്ച് മനസ്സിലാക്കിയിട്ട് വേണം ആ സ്കൂളിൽ നമുക്ക് ഇത് വയ്ക്കാനായിട്ട്. കാരണം നമ്മുടെ ഒരു ഓപ്ഷനിൽ അഡ്മിഷൻ കിട്ടിയാൽ അതിന് താഴോട്ടുള്ള ഓപ്ഷനുകൾ പിന്നെ ക്യാൻസലായി പോകും. ആ തിരുത്താനുള്ള സമയമൊക്കെ കഴിഞ്ഞാൽ പിന്നെ നമുക്ക് തിരുത്തി എടുക്കാൻ കഴിയുകയില്ല. പിന്നെ മാത്രമല്ല, മുൻകാലങ്ങളിൽ, ഇപ്പോൾ അങ്ങനെ സംഭവിക്കാറില്ല, മുൻകാലങ്ങളിൽ കുട്ടികൾക്ക് സംഭവിക്കുന്ന, പൊതുവെ രക്ഷകർത്താക്കൾ സംഭവിക്കുന്ന ഒരു അബദ്ധം ഉണ്ടായിരുന്നു. കാരണം കുട്ടിയെ ചിലപ്പോൾ ബയോളജി സയൻസൊക്കെ എടുത്ത് മെഡിക്കൽ എൻട്രൻസൊക്കെ എഴുതാൻ വേണ്ടിയിട്ട് ആഗ്രഹിക്കുന്ന രക്ഷകർത്താവായിരിക്കും. പക്ഷേ അവർ ഫസ്റ്റ് ഓപ്ഷൻ വെച്ച് അഡ്മിഷന് വേണ്ടി അപേക്ഷിക്കുന്ന കമ്പ്യൂട്ടർ സയൻസ് ഉള്ള കോഴ്സിനായിരിക്കും. കമ്പ്യൂട്ടർ സയൻസ് ഉള്ള കോഴ്സിന് അപേക്ഷിച്ച് കഴിഞ്ഞാൽ MBBSൻ്റെ എൻട്രൻസ് എഴുതാൻ പറ്റില്ല, എഞ്ചിനീയറിങ്ങിൻ്റെ മാത്രമേ എഴുതാൻ പറ്റൂ എന്നുള്ള യാഥാർത്ഥ്യം മനസ്സിലാക്കണം. നേരെ മറിച്ച് പിന്നെ ബയോളജി സയൻസ് എടുക്കുന്ന കുട്ടിക്കാണെങ്കിൽ അതിൽ മാത്തമാറ്റിക്സും ബയോളജിയും ഉള്ളതുകൊണ്ട് തന്നെ അവർക്ക് എഞ്ചിനീയറിങ്ങിനും അതുപോലെ തന്നെ MBBSനും എൻട്രൻസ് എഴുതാൻ സാധിക്കും. ആദ്യകാലത്ത് ഇങ്ങനെ രക്ഷകർത്താക്കൾക്ക് അബദ്ധം പറ്റിയിരുന്നു, ഇപ്പോഴും പറ്റുന്നുണ്ടാണ്. ചില സ്കൂളുകളിൽ കമ്പ്യൂട്ടർ സയൻസ് കാണും, അതല്ലെങ്കിൽ കമ്പ്യൂട്ടർ സയൻസും അതുപോലെ ബയോളജി സയൻസും ഉള്ള സ്കൂളുകളിൽ ഓപ്ഷൻ വയ്ക്കുമ്പോൾ ആദ്യത്തെ ചിലപ്പം കമ്പ്യൂട്ടർ സയൻസിൻ്റെ ഓപ്ഷൻ ആയിപ്പോകും. പക്ഷേ കുട്ടി ആഗ്രഹിക്കുന്നത് ചിലപ്പോൾ മെഡിക്കൽ എൻട്രൻസൊക്കെ എഴുതി ഡോക്ടറാവാനൊക്കെ ആയിരിക്കും ആഗ്രഹിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് അത് വളരെ ശ്രദ്ധിക്കണം. പിന്നെ എല്ലാ സ്കൂളുകളിലെയും ഈ വിഷയ ഗ്രൂപ്പുകളിൽ പിന്നെ ഒരേ വിഷയങ്ങളായിരിക്കത്തില്ല. പ്രീ ഡിഗ്രിക്കായിരുന്നെങ്കിൽ ഒരു ഏകീകൃത സ്വഭാവം ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ അങ്ങനെയല്ല. ഇപ്പോൾ ചില സ്കൂളുകളിൽ കമ്പ്യൂട്ടർ സയൻസ് ഉള്ള പിന്നെ ഹ്യൂമാനിറ്റീസിൻ്റെ തന്നെ പല സ്കൂളുകളിലും പിന്നെ ഈ വിഷയങ്ങൾ ഇപ്പോൾ എല്ലായിടത്തും ഹിസ്റ്ററിയും എക്കണോമിക്സും പൊളിറ്റിക്സും പിന്നെ ജോഗ്രഫിയും ആയിരിക്കണമെന്നില്ല. ചില സ്ഥലത്ത് ജോഗ്രഫിക്ക് പകരം സോഷ്യോളജി ആയിരിക്കും. ചില സ്ഥലത്ത് ഈ ജോഗ്രഫിക്ക് പകരം മലയാളം ഉള്ള സ്കൂളുകളുണ്ട്, ഒരു മലയാളം കൂടി പഠിക്കണം. അങ്ങനെയൊക്കെയുള്ള ഈ പിന്നെ ഈ വിഷയ ഗ്രൂപ്പുകളിൽ, അതുപോലെ സെക്കൻഡ് ലാംഗ്വേജിലൊക്കെ തന്നെ ഒരുപാട് വ്യത്യാസങ്ങളുണ്ട് ഓരോ സ്കൂളുകളിലും. ചിലയിടത്ത് പിന്നെ ഹ്യൂമാനിറ്റീസിൽ സോഷ്യോളജിയാണ്, ചിലയിടത്ത് ജോഗ്രഫിയാണ്. അപ്പോൾ ജോഗ്രഫി പഠിക്കാൻ ആഗ്രഹിക്കുന്ന ആൾ സോഷ്യോളജിയിൽ അഡ്മിഷൻ എടുത്തു കഴിഞ്ഞാൽ അത് ബുദ്ധിമുട്ടാണ്. അതുപോലെ സോഷ്യോളജി പഠിക്കാൻ ആഗ്രഹിക്കുന്ന ആൾ സോഷ്യോളജി ഉള്ള ഹ്യൂമാനിറ്റീസിൻ്റെ കോമ്പിനേഷൻ ഏത് സ്കൂളിലുണ്ടോ ആ സ്കൂളിൽ തന്നെ അപേക്ഷിക്കണം. അപ്പോൾ അതുകൊണ്ട് ഇത് വളരെ ശ്രദ്ധയോടുകൂടി ചെയ്യേണ്ടുന്ന ഒരു കാര്യമാണ്. പിന്നീട് നിങ്ങൾക്ക് ഈ ആപ്ലിക്കേഷൻ പൂരിപ്പിക്കാൻ സഹായിക്കുന്ന ആൾക്കാരെ വല്ല കമ്പ്യൂട്ടർ സെൻ്ററുകാരെയോ അക്ഷയ സെൻ്ററുകാരോ ഒന്നും കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പോൾ അതുകൊണ്ട് വ്യക്തമായി ഒരു ധാരണ മുമ്പേ ഉണ്ടാക്കിയിട്ട് വേണം പോകാൻ. പിന്നെ അതുപോലെ തന്നെ കുട്ടികൾ പഠിക്കാൻ ആഗ്രഹിക്കുന്ന, അവരെ കൊണ്ട് പഠിക്കാൻ കഴിയുന്ന വിഷയങ്ങൾ എടുത്ത് പഠിപ്പിക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത്. ഒരിക്കലും കുട്ടികളെ ഏതെങ്കിലും ഒരു വിഷയം അവരുടെ തലയിൽ അടിച്ചേൽപ്പിക്കുന്നത് അത്ര നല്ല കാര്യമായിരിക്കില്ല. അതുകൊണ്ട് ഓരോ വിഷയം എടുത്താലുള്ള അതിൻ്റെ സാധ്യതകളെക്കുറിച്ച് കുട്ടികളെ അറിയാവുന്ന ആളുകളോട് ചോദിച്ച് അതിൻ്റെ സാധ്യതകളെല്ലാം കുട്ടികൾക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തതിന് ശേഷം വേണം അവരുടെ ചോയ്സുകൾ വെക്കാനായിട്ട്. അപ്പോൾ അതുകൊണ്ട് ഒരു കുട്ടിയുടെ മനസ്സിലിരിക്കുന്ന എന്താണെന്ന് നമുക്ക് അറിയത്തില്ല, അവരുടെ അഭിരുചികൾ അറിയത്തില്ല. അപ്പം ഒരു വിഷയം എടുപ്പോൾ പിന്നെ നമ്മൾ സയൻസ് ഗ്രൂപ്പ് എടുത്താൽ അതിൻ്റെ സാധ്യതകൾ എന്തൊക്കെയാണ്, ഹ്യൂമാനിറ്റീസ് എടുത്താൽ എന്തൊക്കെയാണ് സാധ്യതകൾ, കൊമേഴ്സ് എടുത്താൽ എന്തൊക്കെയാണ് സാധ്യതകൾ, ഇതെല്ലാം കുട്ടികൾ മനസ്സിലാക്കിയിരിക്കണം. അത് അറിയാവുന്നവരോട് ചോദിച്ച് മനസ്സിലാക്കിയതിന് ശേഷം മാത്രം ചോയ്സുകൾ തിരഞ്ഞെടുത്ത് ആപ്ലിക്കേഷൻ കൊടുക്കാൻ ശ്രദ്ധിക്കണം. അപ്പോൾ ഇത് ഒരുപാട് കാര്യങ്ങൾ, അത് ഞാനിത് പറഞ്ഞതിൽ എല്ലാ പോയിൻറ്റുകളും വന്നിട്ടില്ല, ശ്രദ്ധിക്കേണ്ട വേറെ ഒരുപാട് കാര്യങ്ങളുണ്ട്. പക്ഷേ അത് നിങ്ങൾ ആരോടെങ്കിലും ചോദിക്കുമ്പോൾ അവർ കൃത്യമായിട്ട്, അറിയാവുന്നവരോട് ചോദിച്ചു കഴിഞ്ഞാൽ അവർ കൃത്യമായിട്ട് ആദ്യം നിങ്ങളുടെ മനസ്സിലുള്ള ഐഡിയ അങ്ങോട്ട് പറഞ്ഞു കൊടുക്കണം. ആരോടാണ് സംശയം ചോദിക്കണമെങ്കിലും, ഏത് വിഷയം എടുക്കാൻ ആഗ്രഹിക്കുന്നു, ഏത് സ്കൂളിൽ പോകാനാണ് ആഗ്രഹിക്കുന്നത്, ഒരു സ്കൂളിൽ കിട്ടിയില്ലെങ്കിൽ പിന്നെ ഏത് സ്കൂള്, അതുപോലെ ഒരു വിഷയ ഗ്രൂപ്പ് കിട്ടിയില്ലെങ്കിൽ പിന്നെ അടുത്ത ചോയ്സ് ഏതാണ്, ഏത് പഠിക്കാനാണ് ആഗ്രഹിക്കുന്നത് തുടങ്ങിയ
കാര്യങ്ങളാണ്. പിന്നെ ചില കുട്ടികളെ സംബന്ധിച്ച് അവർ ഗ്രൂപ്പ് ഏതായിരുന്നാലും വിഷയ ഗ്രൂപ്പ് ഏതായിരുന്നാലും അവർക്ക് ഇന്ന സ്കൂളിൽ തന്നെ പഠിക്കണം നിർബന്ധമുണ്ട്. അപ്പോൾ ഇപ്പോൾ തൊട്ടടുത്ത സ്കൂളാണെങ്കിൽ അവിടെ എന്ത് കിട്ടുന്നു അത് പഠിക്കണം. അങ്ങനെയുള്ളവർ അതനുസരിച്ചാണ് ചോയ്സ് കൊടുക്കേണ്ടത്. ചില കുട്ടികൾക്ക് അങ്ങനെയല്ല, ഏത് സ്കൂളായാലും വേണ്ടില്ല, പക്ഷേ ഞാൻ ആഗ്രഹിക്കുന്ന വിഷയം എനിക്ക് പഠിക്കണം എന്നുണ്ട്. അങ്ങനെയുണ്ടെങ്കിൽ തൊട്ടടുത്ത സ്കൂൾ മാത്രം ഫസ്റ്റ് ഓപ്ഷനായിട്ട് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾ ഉദ്ദേശിക്കുന്ന ആ വിഷയം കിട്ടുകയില്ല. അപ്പോൾ ഇത് വളരെ ശ്രദ്ധിക്കണം. ഏറ്റവും പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ടത് തന്നെയാണ് നിങ്ങൾ ഏത് വിഷയമാണ് ഏറ്റവും കൂടുതൽ എടുത്ത് പഠിക്കാൻ ആഗ്രഹിക്കുന്നത് അത്. പിന്നെ അത് കിട്ടിയില്ലെങ്കിൽ രണ്ടാമത്തേതെന്നുള്ളതാണ് പിന്നത്തെ കാര്യം. അതുപോലെ ഏത് സ്കൂള് വേണം എന്നുള്ളതും ഈ രണ്ടും കൂടെ ഒരുമിച്ച് ചിലപ്പോൾ പോകത്തില്ല. കാര്യം നമ്മൾ ചിലപ്പം ബയോളജി സയൻസ് പഠിക്കാനായിരിക്കും ആഗ്രഹിക്കുന്നത്, അല്ലെങ്കിൽ ജോഗ്രഫി കോമ്പിനേഷനുള്ള ഹ്യൂമാനിറ്റീസ് എടുക്കാനായിരിക്കും ആഗ്രഹിക്കുന്നത്, അതല്ലെങ്കിൽ കൊമേഴ്സ് എടുക്കാനായിരിക്കും ആഗ്രഹിക്കുന്നത്. പക്ഷേ നമ്മൾ ചിലപ്പോൾ ഈ ബയോളജി സയൻസ് എടുക്കാൻ ആഗ്രഹിക്കുന്ന കുട്ടിക്ക് അവൻ പോകാൻ ആഗ്രഹിക്കുന്ന സ്കൂളിൽ ആ കോമ്പിനേഷൻ കാണില്ല. അതുപോലെ പിന്നെ ഹ്യൂമാനിറ്റീസ് എടുക്കാൻ ആഗ്രഹിക്കുന്ന ഒരു കുട്ടിക്ക് ചിലപ്പോൾ അവൻ പോകാൻ ആഗ്രഹിക്കുന്ന അല്ലെങ്കിൽ അവൾ പോകാൻ ആഗ്രഹിക്കുന്ന സ്കൂളിൽ ഈ ഹ്യൂമാനിറ്റീസ് തന്നെ കാണില്ല, അവിടെ കൊമേഴ്സേ കാണും. അപ്പോൾ കൊമേഴ്സ് പഠിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് പിന്നെ ചിലപ്പോൾ അവർ പോകാൻ ആഗ്രഹിക്കുന്ന തൊട്ടടുത്തുള്ള സ്കൂളിൽ കൊമേഴ്സ് എന്ന് പറയുന്ന കോമ്പിനേഷൻ ഉണ്ടായിരിക്കില്ല. അപ്പോൾ അങ്ങനെയൊക്കെ ഉള്ള വളരെ ചില സ്കൂളുകളിലാണെങ്കിൽ മൂന്നുണ്ട്, സയൻസ് ഉണ്ട്, ഹ്യൂമാനിറ്റീസ് ഉണ്ട്, കൊമേഴ്സ് ഉണ്ട്. അതുപോലെ തന്നെ ഈ സയൻസിൽ വ്യത്യസ്തമായ വിഷയ ഗ്രൂപ്പുകൾ ഉണ്ട്, അതുപോലെ ഹ്യൂമാനിറ്റീസിൽ വ്യത്യസ്തമായ വിഷയ ഗ്രൂപ്പുകളുണ്ട്. കൊമേഴ്സ് തന്നെ രണ്ട് വിഭാഗത്തിലുണ്ട്. പൊളിറ്റിക്കൽ സയൻസുള്ള കൊമേഴ്സും ഉണ്ട്, കമ്പ്യൂട്ടർ ആപ്ലിക്കേഷനുള്ള കൊമേഴ്സും ഉണ്ട്. അപ്പോൾ ചില സ്കൂളിൽ 4 കോമ്പിനേഷൻസും കാണും, ചിലപ്പോൾ 5 ബാച്ചൊക്കെ കാണും. അപ്പോൾ അതുകൊണ്ട് ഇത് വളരെ സങ്കീർണമാണ്. അതുകൊണ്ട് ഇതിനെക്കുറിച്ച് വളരെ നന്നായിട്ട് പഠിച്ചിട്ട് വേണം അപേക്ഷകൾ കൊടുക്കാൻ. പിന്നെ അത് കൊടുത്ത് നമ്മൾ ആഗ്രഹിക്കാത്ത വിഷയവും ആഗ്രഹിക്കാത്ത സ്കൂളുകളിലൊക്കെ അഡ്മിഷൻ കിട്ടിയതിന് ശേഷം പിന്നെ അതിനെക്കുറിച്ച് വ്യസനിച്ചിട്ട് കാര്യമില്ല. അതുകൊണ്ട് ആദ്യം തന്നെ 10ാം ക്ലാസ് ജയിക്കുന്ന ഒരു കുട്ടി ഈ കാര്യങ്ങളെക്കുറിച്ചെല്ലാം തന്നെ വ്യക്തമായിട്ട് ആരോടെങ്കിലുമൊക്കെ ചോദിച്ച് മനസ്സിലാക്കിയിട്ട് വേണം അപേക്ഷയൊക്കെ നൽകാൻ.